ജീവകാരുണ്യ മേഖലയിൽ അനേകർക്ക് ആശ്വാസം പകരുന്ന ഡോക്ടർ എ.കെ. ചെറിയാൻ മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നൂതന സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ചെങ്ങന്നൂർ കോഴഞ്ചേരി റോഡിൽ മാലക്കരയിൽ പ്രവർത്തിക്കുന്ന സെന്റ് തോമസ് ആശുപത്രി അങ്കണത്തിൽ നടത്തിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നിർവഹിച്ചു. സമൂഹത്തിൽ ആശ്രയമറ്റുപോകുന്ന അനേകർക്ക് തണൽ നൽകുന്ന കേന്ദ്രമാണ് ചെറിയാൻ മെമ്മോറിയൽ ട്രസ്റ്റ് എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രകാശമില്ലാത്ത സമൂഹത്തിന് കൈത്തിരിയുമായി സാന്ത്വനം നൽകുന്ന ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളെ പ്രതിപക്ഷ നേതാവ് അഭിനന്ദിച്ചു. 2010 ഇതിന്റെ സ്ഥാപകനായ ഡോക്ടർ എ.കെ. ചെറിയാന്റെ നാമധേയത്തിലുള്ള ഒരു ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ഇവിടെ രൂപം കൊടുത്ത് ഞാനിവിടെ ചെയ്ത കാര്യങ്ങളൊന്നും ആവർത്തിച്ചു പറയുന്നില്ല. വിസ്മയിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയ്തിട്ടുള്ളത്. 4000 കുട്ടികളെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു അവർക്ക് ജീവിതത്തിൽ പ്രതീക്ഷകൾ നൽകി. അവരുടെ ജീവിതത്തിൽ അവർ ഒരുപാട് പടവുകൾ, വിജയത്തിൻ്റെ പടവുകൾ കയറാനുള്ള അവസരമുണ്ടാക്കിയിട്ടുണ്ട്. ഈ യോഗത്തിൽ ഡോക്ടർ ചാർലി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ആന്റണി എം.പി. സഹായ വിതരണം നടത്തി. ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് വി.എ. സൂരജ്, ആറന്മുള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ.എസ്. കുമാർ, മാധ്യമപ്രവർത്തകൻ ബാബു തോമസ്, പി.എസ്. നായർ, ജയകൃഷ്ണൻ, ഡോക്ടർ എ. ചെറിയാൻ എന്നിവർ പ്രസംഗിച്ചു. സെന്റ് തോമസ് ഹോസ്പിറ്റൽ മാലക്കരയുടെ ഫൗണ്ടറായ ക്യാപ്റ്റൻ ഡോക്ടർ എ.കെ. ചെറിയാൻ്റെ പേരിൽ 2010 തുടങ്ങിയ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പല പ്രവർത്തനങ്ങളും അത് നടന്നു വരുന്നു. അന്ന് തുടങ്ങിയ സമയങ്ങളിൽ ഡയാലിസിസ്, മെഡിക്കൽ ഹെൽപ്പ്, എഡ്യൂക്കേഷനിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. 2012 ഫ്രീ ആയിട്ട് മുച്ചിറി ശസ്ത്രക്രിയയ്ക്കുള്ള ഒരു പ്രോജക്റ്റ് തുടങ്ങി. ആ പ്രൊജക്റ്റിൽ കൂടി ഈ കഴിഞ്ഞ 14 വർഷം കൊണ്ട് ഏകദേശം 4000 സർജറികൾ ഫ്രീ ആയിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള കുട്ടികൾക്ക് ചെയ്യാനുള്ളൂ. അതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് ഏകദേശം 2000-2300 കുട്ടികളോളം ഉണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.